and great. So ഇന്ന് നമ്മളൊരു പുതിയ കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മലപ്പുറത്ത് നിന്ന് കൊച്ചിക്ക് വരുന്ന വണ്ടി പോകുന്നുണ്ട്. അപ്പൊ ന്യൂസ് കാണാൻ നമ്മള് വീഡിയോ എടുക്കണം. അപ്പൊ നമ്മള് എമി പറയണം അത് പോണെന്ന്. നമ്മളിപ്പോ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെത്തുന്ന വരെയുള്ള സംഭവങ്ങളുള്ള ഓക്കെ. സോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ വേണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാൻ പ്ലീസ് ഒന്ന് അത് ചെയ്യണം എല്ലാരും. അപ്പൊ നമ്മൾ വീഡിയോ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എവിടെ പോണേ? നമ്മൾ കൊച്ചി പോവുകയാണ്. കൊച്ചി പോവുകയാണ്. കൊച്ചിയിൽ എന്തിനാ പോകുന്നത്? എവിടക്കാ പോണേ? റിസോർട്ടൊക്കെ? ആരാ റിസോർട്ട് കൊണ്ടോണേ? ലാലോ ഈ പറ കൊച്ചി പോവാന്ന് പറ. റിസോർട്ടില് പോവാണോ എമി? ഞാൻ ഇറങ്ങാൻ ബാക്കി. എമി നുസ്മാമ ഇറങ്ങി. എന്താ പീയില്ലേ? ഈ ഉണ്ടോ? ചിഞ്ചു ഞങ്ങളെ കൂടെ അല്ലേ? ചിഞ്ചു ഞങ്ങളെ കൂടെ അല്ലേ? അസ്സലാമലൈക്കും. അയ്യോ നടന്നു തറക ഇതാണ് റിയൽ ആട്. ഇവളെ കൂട്ടിലിട്ടോളി അമ്മയ്ക്കക്ക. ഇവളെ കൂട്ടിലിട്ടോളി. ഇതാ ഇവളെ കൂട്ടിലിട്ടോളി. ആട് ജീവിതം പൊട്ടിച്ചു കൊടുക്കടി. എമിന്റെ കയ്യില് ഇവിടെ ഉണ്ടല്ലോ ആട്. അതിന്റെ കുട്ടികളെ വേറെ ഇട്ടു. സ്വന്തം കുട്ടികളും അവിടെ മീൻകുട്ടി കോഴിക്കോട്ടുണ്ടാവും. അമ്മായിക്കൊക്കെ Iya,
നമ്മളങ്ങനെ അമ്മായിക്കന്റെ വീട്ടിൽ വന്നതാണ്. ഇത് എടുക്കണമെന്നാ പറഞ്ഞത്. ആർക്കും ലോലിപോപ്പ് വേണ്ട? Check it out, yo. Wah, wah. I break it down. എന്താ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. മോണിക്കേ അത് ഞാൻ വന്ന ആള് ഇപ്പൊ മാറി. ഇതേതത് മോണിക്ക മാറിയല്ലോ. ആൾക്കാർ കാണുന്നു. അവിടുന്ന് മലപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് തുടങ്ങിയ യാത്ര നമ്മൾ അവിടെ നിർത്തിയിട്ടില്ല വണ്ടി. നമ്മൾ ആകെ നിർത്തിയത് ഷോപ്പിൽ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര നേരമായിട്ട് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. വയലൻസ്, ബോത്ത് വയലൻസ്. നമ്മളെവിടുക്കാ പോകുന്നേ? നമ്മളെവിടുക്കാ പോകുന്നേ? നമ്മളെല്ലാവരും നല്ലോണം വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല മന്തിയും അതേപോലെ എമിക്ക് നോർമൽ റൈസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നല്ലോണം ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ വീണ്ടും നമ്മളുടെ കൊച്ചിക്കുള്ള യാത്ര തുടങ്ങി. ആര് എത്ര ചെറിയ യാത്രയാണെങ്കിലും നമ്മുടെ ഫാമിലിൻ്റെ കൂടെ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും അത് ഭയങ്കര സ്പെഷ്യലാണ്. കൊച്ചിയിലേക്ക് റിൻസിക്ക് പൊതുവേ പോകാനും അതേപോലെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എപ്പോഴും കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും സാധിച്ചു. കൊച്ചിയിൽ അങ്ങനെ എത്തി. അൺഎക്സ്പെക്റ്റഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ കണ്ടു. ഒത്തിരി സന്തോഷമായി. കാരണം ഇപ്രാവശ്യത്തെ വരെ അവളെ കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും, പക്ഷേ നടക്കുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. വെറുതെ ഒന്ന് കോൾ ചെയ്തപ്പോൾ പുള്ളിക്കാരി ഇവിടെ അടുത്തിവിടെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റി. ഒത്തിരി സംസാരിച്ചു, മനസ്സൊക്കെ നല്ലോണം നിറഞ്ഞു. ഒരാൾ ചോക്ലേറ്റ് പാൻ കേക്ക് മേടിച്ചിട്ട് കഴിക്ക് വരേക്ക് കഴിക്ക് റിൻസി. പിന്നെ എന്താ ഓർഡർ ചെയ്തിന്? കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപുഞ്ചി മലയത്ത്. ഇവിടെ മഴയില്ല ഗൈസ്, ഇവിടെ വെയിലുള്ളൂ. ചൂട് 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 ചൂട്. നമ്മൾ ഇവിടെ പോയിട്ട് ഒത്തിരി കാലത്തിന് ശേഷം വരുന്നോണ്ട് തന്നെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയില്ലാവും എനിക്കല്ല. ഇവിടെയാണ് എൻ്റെ ഡിഗ്രി ഒക്കെ പഠിച്ചത്. അപ്പോൾ എപ്പോഴും ഫോട്ടോ എടുക്കാനും ഷൂട്ടിനും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഫേവറേറ്റ് സ്പോട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ. ഈ ഒരു പ്രിൻസസ് സ്ട്രീറ്റ് ആ ഒരു സ്ഥലം, ഈ സ്ഥലം ഒത്തിരി, ഈ ഒരു ഏരിയ മൊത്തം ഒത്തിരി നൊസ്റ്റാൾജി അതിൽ കൂടെ നടന്നു പോകുമ്പോൾ ഫ്രണ്ട്സായിട്ട് വരുന്നതും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതും അതേപോലെ അവിടെ ബീച്ചിൽ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതും അതേപോലെ ചിറായി ബീച്ച്, അത് ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് കണ്ടു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ദാറ്റ് മെയ്ഡ് ദിസ് എന്താ പറയുക, ഈ ഒരു യാത്ര കുറച്ചും കൂടെ സ്പെഷ്യലാക്കി. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം
നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതൊരു പ്രത്യേക, അത് വേറെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം സന്തോഷം വരുന്നുണ്ടാവും. അവിടെ ഒരു പട്ടിയുണ്ട്, അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അടുത്ത സംഭവം എന്താണ് അവിടെ? എന്താണ് എന്താണ് എന്താ പറ്റിയേ? പണ്ട് കൊടുക്കലില്ലേ, ഇവിടത്തെ ഒരു സാധനം കൊടുക്കലില്ലേ, അത് എന്താ പറയാ, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒറ്റ കൊടുക്കുന്ന അത് തളർന്നു അവിടെ. നിങ്ങൾ ഇവിടെ ഇവിടെ ഒരു 3-4 മിനിറ്റ് കളിക്കാൻ. പാരഗൺ എന്തോന്നല്ലേ, വലിയ പാരഗൺ വലിയ എന്തോ അല്ലേ, പാരഗൺ ഹോട്ടലൊക്കെ ചങ്കരം എന്ന് പറയുന്നത് ഇവിടെയൊക്കെയാണ് ലാലു നുസും കറക്റ്റ് സെയിം വലിയ എന്തോ ആണ്. കാരണം അവിടെ പേര് കേട്ട കോഴിക്കോട് ബിരിയാണി ഉണ്ട്. അവിടെ പേര് കേട്ട് റോഡുണ്ടോ അല്ല പാരഗൺ നല്ല ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റൂല്ലേ? ഇവര് എപ്പോഴും ഒരു തെറ്റ് അല്ലേ മീൻകുട്ടിയെ? ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും. ഒരു പോലീസുകാരനും പറ്റും. മണ്ടൻ ഗുണം മണ്ടൻ. അവിടെ B6 ആണ്. എന്നിട്ട് നിങ്ങൾ B6 എടുക്കണ്ടോ? ഇവിടെ ഇരുന്നോ? ആള് നോക്കുന്നുണ്ട്. Color change. എനിക്ക് കാട് ഗായ്സ്. എമിന്റെ എല്ലാവിധ കളികൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരു എമി, ഒരു മേമി കണ്ടോ? ആ കാട് മൊത്തം റീചാർജ് ചെയ്ത് കളിപ്പിക്കാൻ കൊണ്ടുപോവാണ് എമിനെ. ഗായ്സ് ഇതാ പോണു. ആയില്ല ഗായ്സ്, ഇതിൽ കയറാൻ പോവാണ്. ഗെയിമിന്റെ എന്താപ്പാ കൊടുത്തത് ന്യൂസു? ഒന്നുകൂടി കൊടുക്ക. അതല്ല നേരത്തെ കൊടുത്തത് കൊടുക്ക. നേരത്തെ ഒരു സാധനം കൊടുത്തല്ല. ആ സെമിന്റെ ക്രൈം പാർട്ണറാ പോകുന്നു.
again and again. Guys, again and again ഓരോ അവിടെ ഇരിക്കണം, മറ്റേ അവിടെ ഇരിക്കണം. എമി തോറ്റുപോയി, എമി തോറ്റു. അതെടുത്തിട്, അയക്കട്. തോറ്റു, എമി തോറ്റുപോയി. പൊട്ടത്തിമര കളിക്കാം. The color change. Team 1 red color. Team 2 blue color. Team 1 Team 2 step on blue color. You have limited time to score. മിനിക്കുട്ടിയെ The highest score കളർ team ചെയ്ത് പറയുമ്പോ സ്ക്രീൻ നോക്കി കാർ നോക്കണം കേട്ടാ. All players. May I have your attention please? ഗൈസ്, ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം നടക്കാൻ പോവാണ്. Welcome to find the color. Team 1 blue color. Team 2 yellow color. മിനിക്കുട്ടി യെല്ലോ Team യെല്ലോ 1 വരും, step ഇപ്പൊ on- സ്റ്റാർട്ട് ചെയ്യുള്ളൂ. Team 2 step on yellow color. Team 1 go Ada, to the left avade. side and stand on your platform. തപ്പണം അവിടെ കിടപ്പ്. Team 2 go to the right side and stand on your platform. Game starts in 3, 2, ഈ റെഡ് ഇട്ടാ go. റെഡ്. Watch your color. Find your team color and stand on ഇത് മിനിക്കുട്ടി റെഡ്, മിനിക്കുട്ടി റെഡ്, മിനിക്കുട്ടി പൊട്ടത്തി റെഡ് കിട്ടില്ല. ഫിസിക്കൊന്നിട്ടി മിനിക്കുട്ടി. അപ്പൊ ചാട റിസിലിയാക്കിട്ട് അത് മഞ്ഞ color change. അതെ കറച്ചേച്ച്. മിനിക്കുട്ടി നീലട്ടോ, മിനിക്കുട്ടി നീല ചെല്ലേ നീല നോക്കടി. ഇവരെടുത്ത വിത്ത് ബോഡി മസിൽ. പൗ അതാ വന്നു. ലാലും കൂടി ചെയ്തോട്ടെ, ലാലും കൂടി ചെയ്തോട്ടെ റിച്ചില്ലേ. അയ്യേ റിയലി ഗ്രേറ്റ് ആയിരുന്നു. ഞാൻ കൊച്ചിയിലേക്ക് വീട്ടിലിരിക്കാൻ നിൽക്കുകയായിരുന്നു, വീട്ടിലിരിക്കാൻ മിസ് ചെയ്യുമായിരുന്നു ഇതൊക്കെ. അത് രസമായിരുന്നു. കൂടുതൽ വി എക്സ്പ്ലോർഡ് അങ്ങനെ പറയല്ല, കുറേ കാലം ഇനിയും ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഏറ്റവും കുറച്ച് ലൈറ്റായി, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു അല്ലേ. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ. സൂപ്പർ റൈഡിൽ കയറി നന്നായി ഞാൻ കണ്ടത്. റിഞ്ച് ഇതോടെ പാൻ്റ് ഒക്കെ ജയന് ആ ലിഫ്റ്റ് ഒന്നും ഇനി വർക്ക് ചെയ്യൂല. ഛർദിക്കാൻ വേണ്ടി പോ തന്നത് പേടി സ്വപ്നാണല്ലോ മാളുടെ. ഏമി നോക്കണ തന്നെ. ഗൈസ് ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല അത് പറഞ്ഞീനെ. ആ തുറന്നു കണ്ടോ, നീ കയറിക്കോളെ. നമ്മൾ നേരത്തെ സീറോ തന്നെയാണ്. Enjoy
ഞാൻ പറഞ്ഞു -1 ആണെന്ന്. സീരിയൽ കില്ലർ നമ്മൾ സീനിക്ക് പറഞ്ഞേക്കാം. സിനിമയൊക്കെ എടുക്കൊള്ളു പറയാ. ഐ ഇവിടെ ഇല്ല മണ്ടന്മാരെ. ഞാൻ മേൽക്കോട്ടെ. ഞാൻ ചാമ്പൊന്നല്ല. അയ്യേ ഇങ്ങോട്ട് കേറിക്കൂടും മണ്ടന്മാരെ. ബെൻസിമ എന്താ വെച്ച പറയും ഛർദി വരണ അതേപോലെ അഭിനയിച്ചിട്ടെ ഛർദിക്കാൻ മുട്ടിട്ട് പറയും ചെയ്യും. ആ പോണു രണ്ടെണ്ണം. Changes? How was it? It was വണ്ടർഫുൾ ഡേ. നമ്മളിനി പോവുകയാണെങ്കിൽ അധികം ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിലോട്ടും ഇവർ സർപ്രൈസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു ഹോൾ ഡേ ഇറ്റ്സ് കംപ്ലീറ്റ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എപ്പോഴും എന്താ പറയുക, ഓട്ടപ്പാച്ചിൻ്റെ ഒരു അവസാനം നമ്മൾ വിചാരിച്ചിട്ട് പുറത്ത് ഒരു ഫുഡ് കഴിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സമയം 11:30 കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ചിക്കനിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ എനിക്ക് ഫുള്ള് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ആകെ ആ റൈഡിലൊക്കെ കയറി ആകെ ടയേർഡായി. എന്താ പറയുക, മൊത്തത്തിൽ കാലും കയ്യും ഒക്കെ വേദന. അപ്പോൾ നമ്മളിനി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അതേപോലെ റിൻസി സിജിൽ വേറെ റൂട്ടിൽ നെക്സ്റ്റ് മീൻസ് അവരെല്ലാവരും വേറെ റൂട്ടിൽ പോവുകയാണ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നത് വരേക്കും കയ്യാട്ടണം. ഹായ് ചെയ്തോട്ടെ. ഇല്ല കിട്ടിയോ? നടു